സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ അറിയിക്കാൻ വന്നിരിക്കുന്ന ഒരു കാര്യം വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമായ മട്ടാഞ്ചേരി മാഫിയയിൽ മമ്മൂട്ടി, ആസിഫ് അലി, നസ്ലിൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്നു. റെക്സ് വിജയൻ ഗാനങ്ങൾ ഒരുക്കുന്ന ചിത്രത്തിന്റെ പശ്ചാത്തല സംഗീതം നിർവഹിക്കുന്നത് സുഷിൻ ശ്യാമാണ്. മട്ടാഞ്ചേരിയുടെ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ഈ ബിഗ് ബജറ്റ് ചിത്രത്തിന്റെ ഔദ്യോഗിക ടൈറ്റിൽ പോസ്റ്റർ വലിയ ആവേശത്തോടെയാണ് ആരാധകർ സ്വീകരിച്ചിരിക്കുന്നത്. കേരളം ഇനി കത്താൻ പോകുന്നത് ഈ ഒരു സിനിമയുടെ പിന്നാലെയായിരിക്കും. ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമായ മട്ടാഞ്ചേരി മാഫിയയിൽ മമ്മൂട്ടി, ആസിഫ് അലി, നസ്ലൻ എന്നിവരാണ് വരാൻ പോകുന്നത്. ഇതൊരു വലിയൊരു കളി തന്നെയായിരിക്കും, അല്ലെ വലിയൊരു തീ തന്നെയായിരിക്കും, വലിയൊരു ആവേശമായിരിക്കും, വലിയൊരു ഓളമായിരിക്കും കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്നതെന്നും മലയാള സിനിമയിൽ ഉണ്ടാക്കാൻ പോകുന്നതെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ വളരെയധികം സന്തോഷകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് വിമർശനങ്ങൾക്കും ഒരുപാട് വിദ്വേഷ പരാമർശങ്ങൾക്കും എല്ലാം അപ്പുറം മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു നടൻ്റെ ഒരു വലിയ ചിത്രം, അല്ലെ നല്ലൊരു ചിത്രം, മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്ന ഒരു ചിത്രം വരാൻ പോകുന്ന ഒരു വാർത്ത കാണുമ്പോൾ എന്നെപ്പോലെ തന്നെ നിങ്ങളെല്ലാവരും ത്രില്ലിലായിരിക്കും എന്ന് എനിക്കറിയാം. ഈ ചിത്രം ശരിക്കും പറഞ്ഞാൽ ഉണ്ട എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം അവർ ഒരുമിച്ച് ചെയ്യുന്ന ഒരു സിനിമയാണെന്നുള്ളതാണ് ഞാൻ നെറ്റിൽ നോക്കിയപ്പോൾ കാണാൻ സാധിച്ചത്. കോമഡി ത്രില്ലർ, ഗ്യാങ്സ്റ്റർ ആക്ഷൻ കോമഡി ത്രില്ലർ സ്റ്റാറിംഗ് മമ്മൂട്ടി, ആസിഫ് അലി ആൻഡ് നസ്ലിൻ, ഡയറക്റ്റഡ് ബൈ ഖാലിദ് റഹ്മാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സിനിമയെ പറ്റി പറയുന്നത്. അപ്പോൾ മാർച്ച് 20-നാണ് അതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അവർ പുറത്ത് വിട്ടിരിക്കുന്നത്. ആ ഒരു ടൈറ്റിൽ പോസ്റ്റർ നിങ്ങൾക്ക് സൈഡിൽ നോക്കിയാൽ അറിയാൻ പറ്റും. ഇനി മൊത്തത്തിൽ സീനങ്ങ് മാറും. ടൈറ്റിൽ പോസ്റ്റർ, മട്ടാഞ്ചേരി മാഫിയയുടെ ടൈറ്റിൽ പോസ്റ്റർ പുറത്ത് പ്രധാന വേഷത്തിൽ മമ്മൂട്ടി, ഒപ്പം ആസിഫ് അലിയും നസ്ലിനും എന്ന് പറഞ്ഞുകൊണ്ടാണ് പല വാർത്തകളിലും പല ചാനലുകളിലും ഈ ഒരു പോസ്റ്റ് അവർ പങ്കുവച്ചിരിക്കുന്നത്. മട്ടാഞ്ചേരി മാഫിയ, മമ്മൂട്ടി ഒരു മട്ടാഞ്ചേരി മാഫിയയുടെ തലവനാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് പലരും പറയുന്നത്. നമുക്കറിയാം, വയനാട് മമ്മൂട്ടി പോയ സമയത്തുണ്ടായ പ്രശ്നങ്ങളും മമ്മൂക്കയ്ക്കെതിരെ പല രീതിയിൽ പല ആളുകളും കളിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. മമ്മൂക്ക ഒരു മാഫിയ തലവനാണ്, മമ്മൂക്കയ്ക്ക് വലിയ ഗുണ്ടകളുമായിട്ടൊക്കെയാണ് പിടിപാട്, മമ്മൂക്ക വലിയ ഗുണ്ടയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിലും കുറേ കമന്റുകളൊക്കെ ഉണ്ടായിരുന്നു. അതായത് കെ റഫീഖ് എന്ന് പറയുന്ന ജില്ലാ സെക്രട്ടറിയെ മാറ്റി നിർത്തിയ മമ്മൂട്ടിക്ക് ഗുണ്ടാ തലവന്മാരുമായിട്ട്, അല്ലെങ്കിൽ ഗുണ്ടകളുടെയൊക്കെ തലവനായിട്ടാണ് മമ്മൂട്ടി നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പല ആളുകളും അവിടെ കമന്റ് ഇട്ടത്. എന്നാൽ ആ ഒരു രീതിയിൽ തന്നെ ആ പറഞ്ഞ കാര്യങ്ങളെയൊക്കെ മോശമായിട്ടല്ല, നിങ്ങൾ പറഞ്ഞ തെറ്റാണെന്നൊന്നും പറയാതെ തന്നെ അത് ശരി വെക്കുന്ന രീതിയിലൊക്കെ തന്നെയുള്ളൊരു ചിത്രം ഇതാ വരാൻ പോകുന്നു. ആ ചിത്രത്തിൻ്റെയും പേര് മട്ടാഞ്ചേരി മാഫിയ എന്ന് തന്നെയാണ്. മമ്മൂക്ക നമുക്കറിയാം കൊച്ചിക്കാരനാണല്ലേ. മമ്മൂക്കയുടെ വൈഫ് ഹൗസൊക്കെ വരുന്ന കൊച്ചിയിലൊക്കെയാണ്. അങ്ങനെ കൊച്ചിയുമായിട്ടൊക്കെ നല്ല ബന്ധമുള്ളൊരു മമ്മൂക്ക ഈ ഒരു ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ നമുക്കറിയാം, ഈ ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയിട്ടുള്ള ചത്താപ്പച്ച എന്ന് പറയുന്ന സിനിമ, ആ സിനിമയിൽ മമ്മൂക്ക ഒരു കഥാപാത്രത്തിനെ പങ്കുവെക്കുന്നുണ്ടായിരുന്നു, വോൾട്ടർ എന്ന് പറയുന്ന കഥാപാത്രം. ആ കഥാപാത്രത്തിന്റെ ഒരു ഡബ്ബിങ്ങിൽ മമ്മൂക്ക പറഞ്ഞൊരു കാര്യം, താണ്ടാ എൻ്റെ പിള്ളേരെ തൊടുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മമ്മൂക്ക ആ ഒരു സ്ലാങ് അവതരിപ്പിച്ചപ്പോൾ മമ്മൂക്കയ്ക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു കളികളൊക്കെ, അല്ലെ മമ്മൂക്കയ്ക്കെതിരെ വലിയ രീതിയിലുള്ള കളിയാക്കലുകളൊക്കെ ആയിരുന്നു സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞത്. ഇത്രയും മാസ് ബിജിഎമ്മും കൊടുത്ത്, ഇത്രയും ഹൈപ്പ് ഒക്കെ കൊടുത്തിട്ട് മമ്മൂട്ടി അവിടെ വന്നിട്ട് എന്താണ്ടാ എന്നൊക്കെ ചോദിക്കുന്ന രീതിയെ പല ആളുകളും കളിയാക്കിയിരുന്നു. എന്നാൽ അതിനെല്ലാം പിന്നാലെ മമ്മൂക്ക ഒരു മീറ്റിങ്ങിൽ വന്ന സമയത്ത്, പ്രസ് മീറ്റിന് വന്ന സമയത്ത്, ആ സിനിമയെ പറ്റി പറയുന്ന സമയത്ത് മമ്മൂക്ക പറയുകയുണ്ടായി, ശരിക്കും ഇതിലൊരു ഗ്യാങ്സ്റ്റർ, അല്ലെ ഒരു ഒരു തലവൻ, ഒരു ഗുണ്ടാ തലവനാണ് ഈ പറയുന്ന നമ്മുടെ കൊച്ചിയിലുള്ളൊരു ഗുണ്ടാ തലവനെ പറ്റിയാണ് ഈ ഒരു സിനിമയിലെ വോൾട്ടർ എന്ന് പറയുന്ന കഥാപാത്രം സൂചിപ്പിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ആ കൊച്ചി ഇപ്പോഴത്തെ കൊച്ചിയല്ല, പണ്ടുണ്ടായിരുന്ന കൊച്ചിയിൽ ഏത് സ്ലാങ് ആണ്, ഫോർട്ട് കൊച്ചിയിലുണ്ടായിരുന്ന സ്ലാങ് ഏതാണെന്ന് അറിയാവുന്ന ആളുകൾക്ക് ഇത് കത്തി കാണും. എന്നാൽ അതറിയാത്ത ഇന്നത്തെ കുറച്ച് ആളുകൾക്കാണല്ലേ, ഇന്നത്തെ കുറേ 2K കിഡ്സിനാണ് ഇത് മനസ്സിലാവാത്തെന്നുള്ള രീതിയിൽ തന്നെയാണ് മമ്മൂക്ക പറഞ്ഞത്. പണ്ടുണ്ടായിരുന്ന സംസാര രീതിയും പണ്ടുണ്ടായിരുന്ന ഗ്യാങ്സ്റ്റർ പറയുന്ന രീതിയും ഒക്കെ ഇങ്ങനെയായിരുന്നു, അതുകൊണ്ടാണ് ആ സിനിമയിൽ ആ രീതിയിൽ ചെയ്തത്. പിന്നെ എനിക്കിതിലൊന്നും പറയാനായിട്ടില്ല, ഞാൻ ഇവരുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞതാണ് ഏത് രീതിയിൽ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്തു കൊടുത്താണ്. അതുകൊണ്ട് എനിക്ക് വേറെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല, പ്രത്യേകിച്ച് പ്രതിഫലം വാങ്ങിയൊന്നും അല്ല ഞാൻ ഈ സിനിമ ഏതെന്നുള്ള മമ്മൂക്ക ഒരു തമാശ എന്ന രീതിയിൽ അവിടെ വെച്ച് പറയുകയുണ്ടായി. എന്നാൽ ആ ഒരു സിനിമയോടൊപ്പം തന്നെ, ആ ഒരു സിനിമയ്ക്ക് ശേഷം തന്നെ മമ്മൂക്കയ്ക്കെതിരെ വലിയ രീതിയിലുള്ള കളികളായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ കളിച്ച് മമ്മൂക്ക അഭിനയിക്കാൻ കൊള്ളില്ല, മമ്മൂക്ക വൃത്തികേട് ചെയ്തു, ക്യാമിയോ റോളിൽ വന്നിട്ട് സിനിമ നശിപ്പിച്ചു, ആ സിനിമയ്ക്ക് ഒരു രീതിയിലുള്ള ഒരു ഹൈപ്പ് മമ്മൂക്ക കാരണം കിട്ടിയില്ല എന്നൊക്കെ പറയുന്ന കുറേ ആളുകളുണ്ടായിരുന്നു. പക്ഷേ ഞാനടക്കമുള്ള കേരളത്തിലുള്ള ഒരുപാട് ആളുകൾ ആ സിനിമ കാണാൻ പോയത് ഒരൊറ്റ പേര് കണ്ടിട്ടാണ്. ആ പേര് ഏതാണ്? മോഹൻലാൽ എന്നോ അല്ലെങ്കിൽ മറ്റ് ടൊവിനോ എന്നോ അല്ലെ ആസിഫ് അലി എന്നൊന്നും അല്ല, മമ്മൂക്ക എന്നുള്ളൊരു പേര്. ക്യാമിയോ റോളിൽ മമ്മൂക്ക എത്താൻ പോകുന്നു എന്നൊരു പേര് കണ്ടിട്ട് തന്നെയാണ് നമ്മളെല്ലാവരും സിനിമ കാണാൻ പോയതെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അങ്ങനെ പോയി കണ്ട എനിക്കതിലൊരു ബുദ്ധിമുട്ടും തോന്നില്ല. പക്ഷേ മമ്മൂക്കയെ കുറച്ചുകൂടി നല്ല രീതിയിൽ അവതരിപ്പിക്കാമായിരുന്നു എന്നുള്ളത് ഞാൻ ഓൾറെഡി നമ്മുടെ റിവ്യൂവിൽ പറഞ്ഞതാണ്. അത് വേണ്ട രീതിയിൽ അവർ ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ മമ്മൂക്കയ്ക്ക് ഈ രീതിയിലുള്ള വൃത്തികേട്ട പരാമർശങ്ങൾ കേൾക്കേണ്ടി വരില്ലായിരുന്നു.
അപ്പോൾ അത് ചെയ്യാതെ മമ്മൂക്കയുടെ ആ പഞ്ചിനൊപ്പം, മമ്മൂക്കയുടെ ആ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദത്തിനൊപ്പം അവർക്ക് റോള് കൊടുക്കാതെ അവർ ജസ്റ്റ് അവരുടേതായിട്ടുള്ള രീതിയിൽ ആ സിനിമയെ വ്യാഖ്യാനിച്ച് അല്ലെങ്കിൽ അവർ ആ രീതിയിൽ മാറ്റി. അതൊക്കെ അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം, അല്ല അവരുടെ ഒരു സ്വാതന്ത്ര്യമാണ് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത്. അപ്പം അങ്ങനെ ആ സിനിമ അവർ ആ രീതിയിൽ മമ്മൂക്കയെ വെച്ചുകൊണ്ട് ചെയ്ത് മമ്മൂക്കയ്ക്കെതിരെ, അല്ലെ മമ്മൂക്കയ്ക്കാണ് അതിൽ നിന്ന് ഏറ്റവും കൂടുതലും വൃത്തികെട്ട പരാമർശങ്ങൾ കേൾക്കേണ്ടി വന്നത്, അല്ലെ മമ്മൂക്കയ്ക്കാണ് അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആ കളികൾ കേൾക്കേണ്ടി വന്നതും പറയേണ്ടി വന്നതും. അപ്പം അങ്ങനെ മമ്മൂക്ക ആ മീറ്റിങ്ങിന് വന്ന സമയത്ത് ഇത് തന്നെയാണ് എടുത്ത് പറഞ്ഞത്. എൻ്റെ കുഴപ്പമല്ല, ഈ സിനിമയ്ക്ക് നീ എന്ത് പറ്റിയാലും എന്ത് പറ്റിയില്ലല്ലോ എൻ്റെ കുഴപ്പമല്ല, എന്നോട് പറഞ്ഞു പറയാനുള്ളത് ഞാൻ ചെയ്തു, ചെയ്യേണ്ടത് ഞാൻ ചെയ്തു എന്നുള്ളതാണ് മമ്മൂക്ക പറഞ്ഞത്. അപ്പം എന്തൊക്കെ പറഞ്ഞാലും ചെയ്താലും മമ്മൂക്ക അത്ര നല്ലതല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ കളികളും നമുക്ക് അവിടെ അറിയാം. അപ്പം എന്തായാലും ഇനി വരാൻ പോകുന്ന ഈ ഒരു ചിത്രം ഒരു അടിപൊളി ചിത്രം തന്നെ ആയിരിക്കും എന്നുള്ളൊരു കാര്യം നമുക്ക് ആർക്കും സംശയമില്ല. കേരളം കത്തിക്കാൻ പോകുന്ന ഒരു സിനിമ തന്നെ ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. മമ്മൂക്കയുടെ കളങ്കാവലിന് ശേഷം, ചത്താപ്പച്ചയ്ക്ക് ക്യാമിയോ റോളിനൊക്കെ ശേഷം ഇനി പേട്രിയറ്റ് എന്ന് പറയുന്ന സിനിമ വരുന്നുണ്ട്. അത് ഏപ്രിലിൽ റിലീസ് ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇനി അത് കഴിയുമ്പോഴായിരിക്കും വരാൻ പോകുന്ന ഈ ഒരു മാഫിയ എന്ന് പറയുന്ന, മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്ന ചിത്രം വരാൻ പോകുന്നത്. പിന്നെ അടൂർ ഗോപാലകൃഷ്ണനുമായിട്ട് ചേർന്നിട്ടുള്ള മമ്മൂക്കയുടെ വേറെ ചിത്രം വരാനുണ്ട്. അപ്പോൾ ഇതിൽ മമ്മൂക്കയുടെ ഈ ഒരു പ്രായത്തിൽ മമ്മൂക്ക കാഴ്ചവെക്കാൻ പോകുന്ന ഒരു ഗ്യാങ്സ്റ്റർ ചിത്രമാണ് മട്ടാഞ്ചേരി മാഫിയ. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, മാഫിയ തലവനായിട്ടായിരിക്കും മമ്മൂക്ക വരാൻ പോകുന്നത്. അപ്പോൾ അവിടെ മമ്മൂക്ക ഇനി കാഴ്ചവെക്കാൻ പോകുന്ന മമ്മൂക്കയുടെ ഇടിയും ഫൈറ്റ് സീനും എല്ലാം നമുക്ക് ഇത് ഈ ഒരു സിനിമയിൽ കാണാൻ സാധിക്കും. എവിടെയാണോ മമ്മൂക്ക എന്ന് പറയുന്ന പഴയ നടനെ നമുക്ക് എല്ലാവർക്കും മിസ്സായത്, ആ ഒരു മമ്മൂക്ക, ആ ഒരു പഴയ പഞ്ച് ഡയലോഗ് പറയുന്ന, പഞ്ചിടി ഇടിക്കുന്ന ആ ഒരു മമ്മൂക്കയെ ഈ ഒരു ചിത്രത്തിൽ കൂടി തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഖാലിദ് റഹ്മാൻ അടങ്ങുന്ന ആ ഒരു സിനിമയുടെ സംഘത്തിന് സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും അങ്ങനെ തന്നെ ആവട്ടെ. മമ്മൂക്കയ്ക്കെതിരെ വിദ്വേഷ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള പല കാര്യങ്ങൾക്കും നേതൃത്വം നൽകുന്ന ആളുകളൊക്കെ ഇത് കാണുമ്പോൾ ഇനിയും കുറച്ചുകൂടി കുരു പൊട്ടാനും വിഷമിക്കാനും കരയാനും ഒക്കെ പോവുകയാണെന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും അങ്ങനെ തന്നെ ഉണ്ടാവും. എങ്ങനെയൊക്കെ ഉണ്ടായാലും എന്തൊക്കെ ഉണ്ടായാലും ഇനിയും മമ്മൂട്ടി എന്ന് പറയുന്നൊരു മനുഷ്യൻ ഈ ഒരുപാട് യുഗങ്ങൾ ഇനിയും താണ്ടും. അതിനോടൊപ്പം തന്നെ അത് കണ്ടുകൊണ്ട് സന്തോഷത്തോടുകൂടി നമ്മളെല്ലാവരും പോകും. ഈ ഒരു പ്രായത്തിലും 74-75 വയസ്സിലും ഈ ഒരു രീതിയിൽ അദ്ദേഹത്തിന് പ്രതികരിക്കാനും സംസാരിക്കാനും നടക്കാനും പറയാനും ചെയ്യാനും ഒക്കെ സാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയും എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് നമുക്ക് സാധാരണ ചിന്താഗതിയിലുള്ള, അല്ലെ മമ്മൂക്കെ ആരാധിക്കുന്ന ആളുകൾ എന്നതിൽ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി, നമുക്കത് മനസ്സിലാവും. അപ്പം അങ്ങനെ എന്ത് ചെയ്താലും അതിലെല്ലാം തൻ്റേതായിട്ടുള്ള ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന, തൻ്റേതായിട്ടുള്ള ഒരു കയ്യൊപ്പ് പതിപ്പിക്കുന്ന, തൻ്റേതായിട്ടുള്ള ഒരു പ്രത്യേകത കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആ മമ്മൂട്ടി എന്ന് പറയുന്നൊരു മനുഷ്യൻ ഇനിയും എന്നും അങ്ങനെ തന്നെ ഉണ്ടാവും. അത് കാണുമ്പോൾ ബുദ്ധിമുട്ടുള്ള ആളുകൾ ബുദ്ധിമുട്ടിയ ഒരു സൈഡിലേക്ക് ഇരിക്കുക. അത് കാണുമ്പോൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ അദ്ദേഹത്തിനെ സ്നേഹിച്ചോളും, അദ്ദേഹത്തിനൊപ്പം നിന്നോളും എന്ന് പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. എന്തായാലും വരാൻ പോകുന്ന, കേരളം കത്തിക്കാൻ പോകുന്ന ഒരു നല്ലൊരു ഐറ്റം തന്നെയായിരിക്കും മട്ടാഞ്ചേരി മാഫിയ എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവുമില്ല. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ, ബൈ.